Bismillah, walhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa ashabihi ajma'in. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Allahumma 'allimna ma yanfa'una wanfa'na bima 'allamtana wa zidna 'ilma. Allahumma la sahla illa ma ja'altahu sahla wa anta taj'alul hazna idha shi'ta sahla. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ ക്ലാസ്സിന്? അൽഹംദുലില്ലാ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഇതുവരെയുള്ള ക്ലാസ്സസ് അപ് ടു ഡേറ്റ് ആണെന്നും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടഫ് അല്ലാന്നും വിചാരിക്കുന്നു. പാടുള്ളതല്ലല്ലോ അല്ലേ? അൽഹംദുലില്ലാ. ഓക്കെ, നമ്മൾ പാർട്ട് ബി ആണ്, ലെസൺ 13, 13ാമത്തെ ലെസണിൽ പാർട്ട് ബി രണ്ടാമത്തെ ഭാഗം നോക്കുകയാണ്. 3 ഭാഗങ്ങളുണ്ട്, ഇനി സിയും ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് പോകും. ഓക്കെ, ഇതിൽ കൂടുതൽ മുഅന്നസാണ് ഈ പാർട്ടിൽ വന്നേക്കുന്നത്. അപ്പോൾ അത് സിമ്പിളാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ജമ മുഅന്നസ് സാലിം എങ്ങനെയായിരിക്കും വരിക? നിങ്ങൾ ഇതുവരെ പഠിച്ചു പോകുന്ന ഈ ലെസണിലൊക്കെ നിങ്ങൾ കൂടുതലും മർഫുവായിട്ട് തന്നെയാണ് കാണുന്നതും. അതുകൊണ്ട് തന്നെ അതും സിമ്പിളാണ്. മജ്റൂറായിട്ട് വരുന്ന റീസൺസ് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അത് തിരിച്ചറിയാനും എളുപ്പമാണ്. മൻസൂബ് ഇതിൽ നമ്മൾ ഈ ബുക്കിൽ കവർ ചെയ്യാത്തത് കൊണ്ട്, പഠിക്കാത്തതുകൊണ്ട്. പിന്നെ ചെറിയ രീതിക്ക് ഞാൻ മൻസൂബ് എപ്പോഴാകും, ഒരു ഇസ്മ എപ്പോഴാണ് മൻസൂബ് ആകുന്നതെന്നുള്ളൊരു ഒരു പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ട് അത് നിങ്ങൾക്കറിയാം. പക്ഷെ മൻസൂബാകാൻ വേറെ കുറേ കാരണങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ബുക്ക് 2-ൽ പഠിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഒരു ഫെയിലിൻ്റെ മഫ്ഊലും ബിഹി കർമ്മം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് അത് മൻസൂബാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് നമ്മൾ ദമീർ മുത്തസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് പറഞ്ഞതാണ് അല്ലേ? ദമീർ മുത്തസ്സിൽ മജ്റൂറായിട്ടും മൻസൂബായിട്ടും നമുക്ക് കാണാൻ പറ്റും. മർഫുവായിട്ടുണ്ട്, അത് ഫെയിലിന്റെ ഫായിലായിട്ട് വരുന്ന സമയത്താണ്. അല്ലാതെ കേസിൽ നമ്മൾ ഈ ഹു ഹുമ ഹും ഹ ഹുമ ഹുന്ന പറഞ്ഞ 14 എണ്ണവും ഒന്നെങ്കിൽ അത് മജ്റൂറായിരിക്കും അല്ലെങ്കിൽ അത് മൻസൂബായിരിക്കും. മജ്റൂറായിട്ട് വരുന്നത് എപ്പോഴാണ്? ദമീർ മുത്തസ്സിൽ ഈ പറഞ്ഞ 14 എണ്ണം. ഹു ഹുമ ഹും ഹ ഹുമ ഹുന്ന കാക്കുമാക്കും കീക്കുമാക്കുന്ന ഈന എപ്പോഴാണ് മജ്റൂർ ആവുന്നത്? ഹർഫ് ജറിന് ശേഷം. ഹർഫ് ജറിന് ശേഷം മാത്രമേ ഉള്ളോ? മുദാഫിലേഹി ആവുന്ന സമയത്തും അല്ലേ? അതപ്പോ എങ്ങനെയാ നമ്മൾ പറയാ? ഒരു ഇസ്മിന്റെ കൂടെയും എവിടേക്കാണ് അത് അറ്റാച്ച് ചെയ്യുന്നത്? ദമീർ മുത്തസിൽ എന്ന് പറയുന്നത് ചേർന്ന് നിൽക്കുന്നതാണ്, അറ്റാച്ച് ചെയ്യുന്നതാണ്. അപ്പൊ അത് എന്തിന്റെ കൂടെ ചേരുമ്പോഴാണ്? ഇസ്മിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഹർഫ്ജറിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ദർഫിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത്. ഈ 3 കാര്യങ്ങളിലോട്ടാണ് ദമീർ മുത്തസിൽ അറ്റാച്ച് ചെയ്യുന്നത്, ചേരുന്നതെങ്കിൽ അത് മജ്റൂറാണ് അല്ലേ? ഇസ്മിന്റെ കൂടെയാണ് വരുന്നതെങ്കിൽ അത് ഇദാഫ എടുക്കും. ദർഫിന്റെ കൂടെയാണ് വരുന്നതെങ്കിലും അത് ഇദാഫയാണ്, ദർഫ് മുദാഫ് ഇലൈഹിയാണ്. ഇനി ഹർഫ്ജറിന്റെ കൂടെ വരുമ്പോൾ നമുക്കറിയാം ഹർഫ്ജറിന് ശേഷം വരുന്ന ഇസ്മ മജ്റൂറാണ്, അതുകൊണ്ടിട്ടാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളുടെ കൂടെയാണ് നമ്മളൊരു ദമീർ മുത്തസിൽ ഈ പറഞ്ഞ 14 എണ്ണം കാണുന്നതെങ്കിൽ അത് മജ്റൂറാണ്. അത് പക്ഷേ
ഒരു ഫെയിലിന്റെ കൂടെ നമുക്കറിയാം, ഒരു ഫെയില് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഫെയിലും ഫായിലും ഉണ്ടാവണം. ആ ഫെയിലും ഫായിലും കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 14 ഒരു ദമീർ മുത്തസിൽ കാണുകയാണെങ്കിൽ അതെന്തായിരിക്കും? മൻസൂബാണ്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞു പോയത്. അത് മഫൂലും ബിഹി ആണ്. മഫൂലും ബിഹി എന്താണെന്ന് ഇനി നിങ്ങൾക്ക് ക്ലാരിറ്റി മനസ്സിലായിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇൻഷാല്ലാ നമ്മൾ ബുക്ക് 2 അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. എന്തിന്റെ മുകളിലാണോ, ആരുടെ മുകളിലാണോ ആ ക്രിയ നടക്കുന്നത്, അതാണ് അത് മഫൂലും ബിഹി എന്ന് പറയുന്നത്. ഓക്കെ, അത് മൻസൂബാണ്. അത് മൻസൂബാണ്. അതുകൊണ്ടിട്ടാണ് ദമീർ ആകുമ്പോൾ ദമീർ വരുന്ന സമയത്ത് ആ ദമീറിനെ നമ്മൾ മൻസൂബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? കഴിഞ്ഞ ക്വിസിൽ ദമീർ മുൻഫസിലുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ യഹ്ഷുറുഹുമില് പലരും ആ ഹുമ്മിനെ ദമീർ മുൻഫസിലാക്കി എടുത്തു. അത് ദമീർ മുൻഫസിലാണോ? യഹ്ഷുറുഹും ആയത്തില് യഹ്ഷുറുഹും ഉണ്ടായിരുന്നു. അത് ദമീർ മുൻഫസിലാണോ? ആ ഹും കാരണം എന്താണ്? അതെന്താണ് അല്ലാത്തത്? ദമീർ മുൻഫസിൽ മുത്തസിൽ, അത് നിങ്ങൾ അതിന്റെ കോൺസെപ്റ്റ് തന്നെ നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. മുൻഫസിൽ എന്താണ്? വേറിട്ട് നിൽക്കുകയാണ്, സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ദമീറുകളാണ്, ദമായിറാണ്. അതേസമയം ചേർന്ന് നിൽക്കുന്നതിനെയാണ് നമ്മൾ മുത്തസിൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ യഹ്ഷുറുഹും ഒറ്റയ്ക്കാണോ നിൽക്കുന്ന ഹും? നമുക്ക് രണ്ടിലും ഹുമ്മുണ്ട്. ദമീർ മുൻഫസിലും ഹുമ്മുണ്ട്, ദമീർ മുത്തസിലും ഹുമ്മുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് മുൻഫസിലാണോ മുത്തസിലാണോ എന്ന് തിരിച്ചറിയുന്നത്? മുൻഫസിൽ ഒറ്റയ്ക്ക് നിൽക്കും, മുത്തസിൽ ചേർന്ന് നിൽക്കും. അപ്പൊ അത് ദമീർ മുത്തസിലാണ്. യഹ്ഷുറുഹും, യഹ്ഷുറു എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്. അതിനൊക്കെ നിങ്ങൾ പഠിക്കും ഇൻഷാല്ലാ സർഫില്. പക്ഷെ അതൊരു ക്രിയയാണ്. ഇനി ക്രിയ എന്ന് അറിഞ്ഞില്ലേ പോലും അതൊരു വാക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദമീർ അല്ലേ? അപ്പൊ അത് മുൻഫസിലല്ല, അത് മുത്തസിലാണ്. ക്ലിയർ ആണോ? അതിന് കൺഫ്യൂസ്ഡ് ആവരുത്, നിങ്ങൾ തിരിഞ്ഞു പോരുത്. മുൻഫസിൽ എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്. ഓക്കെ, പിന്നെ മുൻഫസിൽ നമ്മൾ കാണും. ഇപ്പൊ ഫഹും എന്നൊക്കെ വരുന്ന സമയത്ത് ഹർഫുൽ അത്തഫിന്റെ കൂടെയൊക്കെ ചേർന്ന് നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ ഈ പറയുന്ന ഇസ്മിന്റെ കൂടെയോ ഹർജറിന്റെ കൂടെയോ സർഫിന്റെ കൂടെയോ ഫേലിന്റെ കൂടെയോ ഒന്നും നമ്മൾ ദമീർ മുൻഫസിൽ വരില്ല. ഒറ്റയ്ക്കാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ്, വേറിട്ട് നിൽക്കുന്ന ദമീർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ദമീർ മുൻഫസിൽ മുത്തസിൽ ഞാൻ അതൊന്ന് എടുത്തു പറയാമെന്ന് വിചാരിച്ചു, കാരണം കുറെ പേർക്ക് കൺഫ്യൂസ്ഡ് ആയി ആ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ഓക്കെ, അൽഹംദുലില്ലാ. നിങ്ങൾക്ക് ഇത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ക്വിസിൽ തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ഓരോ കോൺസെപ്റ്റ് എടുത്തു പോകും, പുതിയ കാര്യത്തിലോട്ട് വരുമ്പോൾ മറന്നു പോകരുതല്ലോ. അതുകൊണ്ടിട്ടാണ് അത് പിന്നെയും ആവർത്തിച്ച് പല രീതിക്കൊക്കെ ചോദിക്കുന്നത്, ചോദ്യം ആയത്തുകളിലൂടെ ആണെങ്കിലും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബിസ്മില്ല. മൻ ഹഉലാഇൽ ഫതയാതു യാ മറിയമു. അൽ ഫതയാതു എന്താണ്? അൽ ഫതയാതു എന്താണ്? അല്ല, സെന്റൻസ് അനാലിസിസ് അല്ല ഞാൻ ചോദിക്കുന്നത്. അനാലിസിസേ അല്ല ഞാൻ ചോദിക്കുന്നത്, വിശകലനമല്ല ചോദിക്കുന്നത്. അൽ ഫതയാത്തു എന്ന വാക്ക് എന്താണ്? ആ വാക്ക് ഞാൻ മാത്രമായിട്ട് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ആ വാക്ക് എന്താണെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണോ നിങ്ങൾ പറയാ? മുഅന്നസ് ആണ് അങ്ങനെയാണോ പറയാ? മീനിങ്ങും അല്ല, അർത്ഥമല്ല ഞാൻ ചോദിക്കുന്നത്, ആ വാക്ക് എന്താണെന്നാണ് ചോദിക്കുന്നത്. അൽ ഫതയാത്തു, ആ വാക്ക് എന്താണ്? വിശകലനമല്ല, അനാലിസിസ് അല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ആ വാക്ക് തരികയാണ്, അൽ ഫതയാത്തു എന്നുള്ളൊരു വാക്ക് എടുത്ത് തരികയാണെങ്കിൽ ആ വാക്ക് എന്താണെന്നാണ് ചോദിക്കുന്നത്. ആ വാക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
ഓക്കെ, മാരിഫയാണ്. ഓക്കെ, അല്ലുണ്ട്, മാരിഫയാണ്. ഇനി എന്ത് പറയാൻ പറ്റും? ഇസ്മാണ്. ഓക്കെ, അതും ഓക്കെ. ഇനി എന്താണ്? കുറെ പേര് മുഅന്നസ എന്ന് പറയുന്നു, ജമ എന്ന് പറയുന്നു. അത് പ്രോപ്പറായിട്ട് പറയൂ. നിങ്ങക്ക് അത് പഠിച്ചതല്ലേ? എന്താണ് അൽഫത്തയാത്തു? അതെ, ജമ മുഅന്നസ് സാലിം. മംനൂ മിന സർഫോ? എങ്ങനെയാണ് മംനൂ മിന സർഫായത്? ഞാൻ ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഞാൻ വിശകലനം ചെയ്യരുത്, വിശകലനം ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെയും നിങ്ങൾ ബദലും മുഷാരിനിലേഹിയൊക്കെയാണ് പറയുന്നത്. ഞാൻ അതല്ല ചോദിക്കുന്നത്. അൽ ഫതയാത്തു എന്നുള്ളൊരു വാക്ക് നിങ്ങൾക്ക് കണ്ടാൽ അതെന്താന്ന് പറയാൻ പറ്റണം. അത് ജമ മുഅന്നസ് സാലിമാണ്. എന്താണ് അതിന്റെ ഇറാബ്? എന്താണ് സ്റ്റേറ്റ്? അവസ്ഥ ഏതാണ്? മർഫു ആണ്. ഓക്കെ, അത് മൻസൂബിലും മജ്റൂറിലും എങ്ങനെ ഇരിക്കും? മൻസൂബിലും മജ്റൂറിലും സെയിം ആയിട്ടിരിക്കുവോ? എങ്ങനെയാണ് വരിക? ആ, ആത്തി എന്ന് വരും. അൽ ഫതയാത്തി ആണ് മൻസൂബിലും മജ്റൂറിലും. ആ, സെയിം എന്ന് ഉദ്ദേശിക്കുന്നത് അത് എന്താണെന്ന് പറയണം നിങ്ങൾ. അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ രണ്ടും സെയിം ആണ്, പക്ഷെ അത് എന്താണെന്ന് പറയണം. അൽ ഫതയാത്തു അൽ ഫതയാത്തി ആകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അൽ ഫതയാത്തു അല്ലെങ്കിൽ അൽ മുസ്ലിമാത്തു ഒക്കെ കാണുമ്പോഴത്തേക്ക് അത് ജമാ മുഅന്നസ് സാലിം ആണെന്നുള്ളതാണ് ഫസ്റ്റ് വരേണ്ടത് മനസ്സിൽ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇനി നമുക്ക് അനാലിസിസിലേക്ക് പോകാം. മൻ ഇസ്മുൽ ഇഷാറ, ഹൗലായി ഇസ്മുൽ ഇഷാറ. അതിനി നിങ്ങൾക്ക് ഇസ്മുൽ ഇഷാറ ലിൽ ഖരീബാണോ ബഈദാണോ എന്നൊക്കെ ആഡ് ചെയ്യാം കേട്ടോ, ഇസ്മുൽ ഇഷാറ എന്ന് വിളിക്കുന്ന സമയത്ത്. ഓക്കെ, ജമ എന്ന് ആഡ് ചെയ്യണമെങ്കിൽ ജമ എന്നും ആഡ് ചെയ്യാം. അൽ ഫതയാത്തു ഹൗലായി മുബദൽ മിൻഹു കൂടെയാണ്. അൽ ഫതയാത്തു മുഷാറിൻ ഇലൈഹി ഓർ ബദൽ, യ ഹർഫുൻ നിദ, മറിയമു മുനാദ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഹു ആർ ദീസ് യങ് വുമൻ ഓ മറിയം? ഈ യുവതികൾ ആരാണെന്ന് ചോദിക്കുകയാണ് മറിയമിന്റെ അടുക്കൽ. ഹുന്ന ജമീലാത്തി. ജമീലാത്തി. അഗൈൻ ജമീലാത്തു എന്താണ്? ജമ മുഅന്നസ് സാലിം. ഓക്കെ, ജമ മുഅന്നസ് സാലിം എപ്പോഴും അതിന്റെ കൂടെ അതിന്റെ ഇറാബും കൂടെ പറയാം. ഇപ്പൊ അത് മുദക്കർ സാലിം ആണെങ്കിലും അങ്ങനെ പറയാം. ജമ മുദക്കർ സാലിം മർഫു, അല്ലെങ്കിൽ ജമ മുദക്കർ സാലിം മൻസൂബ്, ജമ മുദക്കർ സാലിം മജ്റൂർ. അതേപോലെ ജമ മുഅന്നസ് സാലിം മർഫു ആണോ മൻസൂബ് ആണോ മജ്റൂർ ആണോ എന്നും കൂടെ ആഡ് ചെയ്യുന്നത് ബെറ്റർ ആണ്. ഇവിടെ എന്താണ്? ജമീലാത്തി ജമ മുദക്കർ സാലിം. അൽഹംദുലില്ലാ. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇനി നിങ്ങൾ ഓക്കെ വന്നു. മജ്റൂർ. മജ്റൂർ ആണോ? മജ്റൂർ അല്ലല്ലോ. അത് ജമീലാത്തി എന്ന് വരാനുള്ള കാരണം, അവിടെ കെസ്ര വരാനുള്ള കാരണം എന്താണ്? യാ മുത്തക്കല്ലിമാണ്. അത് ജമീലാത്തു ആണ്. നമ്മൾ എടുത്ത് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത്, സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ജമീലാത്തു പ്ലസ് യാ മുത്തക്കല്ലിമാണ് അല്ലേ? ആൻഡ് അത് എന്തിന്റെ ഇത് പൊസിഷനിലാണ് ഇരിക്കുന്നത്? ഖബറാണ്. ഖബർ മർഫു അല്ലേ? ഓക്കെ, ഹുന്ന മുബ്തദ, ജമീലാത്തു ഖബർ, വ മുദാഫ് യാ മുത്തകല്ലിം മുദാഫ് ഇലൈഹി. ക്ലിയർ ആണോ? ജമീലാത്തി ആ കെസ്ര കണ്ടുകൊണ്ട് നിങ്ങൾ മജ്റൂർ എന്ന് വിളിക്കരുത്. മജ്റൂർ ആവാനുള്ള ഒരു കാരണവും അവിടെ ഇല്ല. ഓക്കെ, ദേ ആർ മൈ ക്ലാസ്മേറ്റ്സ്. അവരെന്റെ അവരെന്റെ സഹപാഠികളാണ്. ഓക്കെ, അഖവാത്തുൻ ഹുന്ന. ഹർഫുൽ ഇസ്തിഫ്ഹാം. അഖവാത്തുൻ എന്താണ്? അഖവാത്തുൻ
ഇങ്ങനെയുള്ള ഇപ്പൊ ഫത്തയാത്തു, അഹ്വാത്തുൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിക്ക് നമ്മൾ പറഞ്ഞത് ആ വാക്കിനെ ബ്രേക്ക് ചെയ്യാതെ അല്ലെങ്കിൽ മുറിക്കാതെ ആത്തുൻ അല്ലെങ്കിൽ ഊന അങ്ങനെ ആഡ് ചെയ്യും എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. ചില സമയത്ത് ഇങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ വരും വാക്കുകളിൽ. നമ്മൾ അതിന്റെ മുഫ്രദിൽ കാണുന്ന രീതിക്ക് ആയിരിക്കില്ല. പക്ഷെ ആ ആത്തുൻ ഊന എന്നൊക്കെ കാണുന്നത് വെച്ച് നിങ്ങൾക്ക് അത് സാലിമാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, എല്ലാ വാക്കുകൾക്കും ഇല്ല, കുറച്ച് വാക്കുകൾക്ക് ഇങ്ങനെ വരും. അപ്പോഴും പക്ഷെ അതിനെ ജമ മുഅന്നസ് സാലിം അല്ലെങ്കിൽ മുദക്കർ സാലിം എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. ക്ലിയർ ആണോ അത്? അപ്പൊ ഇത് നമുക്കറിയാം ഉഖ്തുനാണ് മുഫ്രദ്. ഓക്കെ, അത് അവിടെ നമ്മൾ സാലിം എന്ന് പറയാനുള്ള കാരണം ആ ഊന ഈന ഈന അല്ലെങ്കിൽ ആത്തുൻ ആത്തിൻ ആത്തിൻ എടുക്കുന്നത് കൊണ്ടിട്ടാണ് അതിനെ സാലിം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ അത്? അതേസമയം തക്സീറിന്റെ കേസിൽ നമുക്കറിയാം വേറെ കുറെ പാറ്റേണുകളാണ്. ആ പറഞ്ഞത് ക്ലിയർ ആണോ? നമ്മൾ സാധാരണ രീതിക്ക് സാലിം എന്ന് ഉദ്ദേശിച്ചത് ആ വാക്കിനെ ഒന്നും സംഭവിക്കാതെ അതിന്റെ അറ്റത്ത് അക്ഷരങ്ങൾ ചേർക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് ഒട്ടുമിക്ക വാക്കുകളും നമ്മൾ കാണുന്നതും. പക്ഷെ ചില വാക്കുകൾ ഇങ്ങനെ വരും. അത് നമ്മൾ സാലിം എന്ന് പിന്നെ പറയുന്നത് ഈ ഊന ഈന ഈന അല്ലെങ്കിൽ ആത്തുൻ ആത്തിൻ ആത്തിൻ എന്നുള്ളൊരു അവസാനം വരുന്നതുകൊണ്ടിട്ടാണ്. അപ്പൊ ഇവിടെ അഹ്വാത്തുൻ ജമ മുഅന്നസ് സാലിം അങ്ങനെ മാത്രം പറയരുത് കേട്ടോ. എന്താന്ന് പറയണേ? ജമ മുഅന്നസ് സാലിം ഇറാബ് കൂടെ പറയാം. മർഫു ആണ്. ഓക്കെ, ഹുന്ന ളമീർ മുൻഫസിലാണ്. അവിടെയും നിങ്ങൾക്ക് ളമീർ മുൻഫസിൽ ജമെന്നോ അതിന്റെ ഫുൾ ഇത് പറയണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെങ്കിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം, ഡിങ് ഉൾപ്പെടെ കൊടുക്കാം, പ്രശ്നമില്ല. ഓക്കെ, ഇവിടെ ഈ ചോദ്യത്തിന് ഹുന്ന അഖവാത്തുൻ എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ചില ബുക്കിൽ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. രണ്ട് രീതിക്കും എഴുതാം, പ്രശ്നമില്ല. അഖവാത്തുൻ ഹുന്നാനും ഹുന്ന അഖവാത്തുൻ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. അതേ എന്താണ് അതേ സിസ്റ്റേഴ്സ് എന്ന് ചോദിക്കുകയാണ്. യെസ്, അതേ സിസ്റ്റേഴ്സ്, അവർ സഹോദരിമാരാണോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നഅം ഹുന്ന അഖവാത്തുൻ. നഅം ഹർഫ് ജവാബ്, ഹുന്ന മുബ്തദ, അഖവാത്തുൻ ഖബർ. ഈ ഹുന്ന മുബ്തദ എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ദമീർ മുൻഫസിൽ വ മുബ്തദ, അഖവാത്തുൻ പറയുന്നിടത്ത് ഖബർ, ജമ മുഅന്നസ് സാലിം മർഫു ഒക്കെ കൊടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നീട് വരുന്നതിനൊക്കെ നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യും, ആ ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ. ഓക്കെ അല്ലേ? യെസ്, ദേ ആർ സിസ്റ്റേഴ്സ്. അതേ, അവർ സഹോദരിമാരാണ്. മൻ അബൂഹുന്ന. മൻ അബൂഹുന്ന. മൻ ഇസ്മുൽ ഇസ്തിഫാം, അബൂഹുന്ന. അബൂ എന്താണ്? അബൂ എന്താണ്? മുദാഫാണ്. ഹുന്ന മുദാഫ് ഇലൈഹി ആണ്. അഗൈൻ അബൂനെ കുറിച്ച് നിങ്ങൾ എഴുതുമ്പോൾ മുദാഫ് എന്ന് മാത്രം എഴുതാതെ ഒരു കാര്യം കൂടെ എഴുതരുതോ? യെസ്, മിനൽ അസ്മാഉൽ ഖംസ. അസ്മാഉൽ ഖംസ എന്ന് എഴുതിയാലും മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അസ്മാഉൽ ഖംസയിൽ പെട്ടതല്ലേ അബു? അല്ലേ? അപ്പൊ ആ ഒരു ഇതും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. യെസ്. ഹൂ ഈസ് ദെയർ ഫാദർ? അവരുടെ ഉപ്പ ആരാണെന്ന് ചോദിക്കുകയാണ്. അബൂഹുന്ന ഷെയ്ഖു ബിലാലുൻ. അബൂഹുന്ന ഷെയ്ഖു ബിലാലുൻ ജുംല ഇസ്മിയ. അബൂ വീണ്ടും മിൻ അസ്മാഉൽ ഖംസ നിങ്ങൾക്ക് എഴുതാം. മുബ്തദയാണ്, മുദാഫാണ്. ഹുന്ന മുദാഫ് ഇലൈഹി ആണ്. അഷ്-ഷെയ്ഖു ഖബറാണ്. വേറെ എന്തേലും ആണോ? വേറെ എന്തേലും ആണോ? എങ്ങനെയാണ് അടുത്ത വാക്കിലോട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്?
അടുത്തൊരു ബിലാലുൻ കൂടെ കിടപ്പുണ്ട്. അപ്പൊ അതെങ്ങനെയാ നമ്മൾ കണക്ട് ചെയ്യുക? ഷെയ്ഖു ബിലാലുൻ. അപ്പൊ ബിലാലുൻ എന്താണ്? യെസ്, ബിലാലുൻ ബദലാണ്, അതുകൊണ്ട് അഷേഖു മുബദൽ മിൻഹു. ക്ലിയർ അല്ലേ? ഇപ്പൊ ഷെയ്ഖു പറയുമ്പോ ഖബർ വ മുബദൽ മിൻഹു ബിലാലുൻ ബദൽ. ദ ഫാദർ ഇസ് ഷെയ്ഖ് ബിലാൽ. അവരുടെ ഉപ്പ ഷെയ്ഖ് ബിലാൽ ആണ്. ക്ലിയർ ആണോ? ബദൽ മുബദൽ മിൻഹു ഒക്കെ ഈസി അല്ലേ ഇപ്പോ? ഓക്കെ, അൽഹംദുലില്ലാ. ഉമ്മുഹുന്ന ഉസ്താദത്തി. ഉമ്മു مبتدا ومضاف، هن مضاف إليه، أستاذتي أستاذة خبر ومضاف، يا متكلم مضاف إليه. Their mother is my teacher. അവരുടെ ഉമ്മ എൻ്റെ അധ്യാപികയാണ്. ക്ലിയർ ആണോ? എൻ്റെ ഉസ്താദയാണെന്ന് പറയാൻ. അത് ഈസി അല്ലേ? أين بيتهن. أين اسم الاستفهام، بيتهن إضافة يعني بيت مضاف، هن مضاف إليه. Where is their house എന്ന് ചോദിക്കുകയാണ്. അവരുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. بيتهن قريب من المدرسة. بيت مبتدا ومضاف، هن مضاف إليه، قريب خبر. من المدرسة എന്താണ്? ഖബറോ? അപ്പൊ ഖരീബൻ ഓൾറെഡി നമ്മൾ ഖബർ എന്ന് പറഞ്ഞില്ലേ. ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ ആകുവോ? മിനൽ മദ്രസത്തി എന്താണ്? മിനൽ മദ്രസത്തി ജാർ മജ്റൂർ മുതഅല്ലിഖ് ബിൽ ഖബർ. ഓക്കെ, ജാർ മജ്റൂർ മുതഅല്ലിഖ് ബിൽ ഖബർ ആണ്. അത് മുതഅല്ലിഖ് എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ല, ജാർ മജ്റൂർ എന്ന് മാത്രം വിളിച്ചാൽ പറ്റില്ല, ഫുൾ ഡീറ്റെയിൽ പറയണം. ജാർ മജ്റൂർ ആണത്. ആ ജാർ മജ്റൂർ ഇവിടെ എന്താണ് റോൾ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ മിനൽ മദ്രസത്തി ജാർ മജ്റൂർ ആണ്. അപ്പൊ ജാർ മജ്റൂർ മുതഅല്ലിഖ് ബിൽ ഖബർ, ഇത്രയും കാര്യം പറയണം. ഓക്കെ, ഇവിടെ ഈ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ ആക്ച്വലി വീടിന്റെ സ്കൂളിന്റെ അടുക്കയാണെന്ന് പറയാണ്, നിയർ ദ സ്കൂൾ എന്നുള്ളതാണ്. പരീബുൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ മിൻ എന്നുള്ളൊരു ഹർഫ്ജറാണ് ഉപയോഗിക്കുക. അത് അങ്ങനെയാണ് അതിന്റെ രീതി. ആ മിൻ അവിടെ ഫ്രം അല്ല, മീൻസ് ആ ഫ്രം എന്നുള്ളൊരു രീതിക്ക് നമ്മൾ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യില്ല. നിയർ ദ സ്കൂൾ എന്നുള്ള രീതിക്ക് തന്നെയാണ് അത് പറയുന്നത്. ഇനി നിയർ ഫ്രം ദ സ്കൂൾ എന്ന് പറയണമെങ്കിൽ പറയാം, പക്ഷെ സാധാരണ രീതിക്ക് നമ്മൾ അങ്ങനെ പറയില്ല. അപ്പൊ മിൻ ഖരീബുൻ മിൻ അങ്ങനെ പഠിച്ചു വെക്കുക. ഇനി അതെല്ലാം ദൂരെയാണെന്നാണ് പറയുന്നതെങ്കിൽ ബൈത്തുഹുന്ന ബഈദുൻ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ മിൻ മാറിയിട്ട് അൻ വരും. അതങ്ങനെയാണ്. ആ ഒരു എഴുതുമ്പോൾ ഈ ദൂരം കാണിക്കാൻ എഴുതുമ്പോൾ ഉള്ളൊരു രീതിയാണ്. ഖരീബുൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിന്റെ അടുക്കെ പള്ളിയുടെ അടുക്കെ എന്നൊക്കെ പറയണമെങ്കിൽ ഖരീബുൻ മിൻ എന്നായിരിക്കും ഉപയോഗിക്കുക. അതല്ല ഇനി സ്കൂളിന്റെ ദൂരെ, പള്ളിയിൽ നിന്ന് ദൂരെ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ദൂരെ ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫാർ ആണെന്ന് പറയണമെങ്കിൽ അവിടെ ബഈദുൻ അന്നാണ്. അതിനി വരും, നമ്മൾ ബഈദുൻ ഈ ബുക്കിൽ അല്ലെങ്കിലും വരും ഇൻഷാ അല്ലാ. ക്ലിയർ ആണോ ആ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഇത് സ്കൂളിന്റെ അടുക്കേ എന്നുള്ളതാണ്. നിയർ ദ സ്കൂൾ എന്ന് പറയുന്നുണ്ട്. ആ ഹൗസ് ഇസ് നിയർ ദ സ്കൂൾ എന്ന് പറയാൻ, ഞങ്ങളുടെ വീട്, സോറി അവർ ഹൗസ് അല്ല, ദെയർ ഹൗസ് ഇസ് നിയർ ദ സ്കൂൾ. അവരുടെ വീട് സ്കൂളിന്റെ അടുക്കേ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ബൈത്തുഹുന്ന ഖരീബുൻ മിനൽ മദ്രസത്തി. ക്ലിയർ അല്ലേ? ലെസൺ പോർഷൻ കഴിഞ്ഞു, ഇനി എക്സസൈസസ് ആണ്. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ആ പറഞ്ഞ അത്രയും സെന്റൻസുകളിൽ? ഇതിനി നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഹോംവർക്ക് ആയിട്ട് തരാം. ഓക്കെ, ഇതിനെ ജമ ആയിട്ട് എഴുതാനുള്ളതാണ്. ബിൻതുൻ ബനാത്തുൻ, ത്വാലിബത്തുൻ ത്വാലിബാത്തുൻ. അപ്പൊ ഇവിടെ ഹാദിഹി മാറ്റി ഹൗലായി എഴുതണം.
ഓക്കെ, നമുക്കറിയാം ഹാദ ആണെങ്കിലും ഹാദിഹി ആണെങ്കിലും ഹൗലായി തന്നെയാണ്. അപ്പൊ ഹൗലായി ബിന്തുൻ, സോറി, ഹാദിഹി ബിന്തുൻ എന്നുള്ളത് ഹൗലായി ബനാത്തുനാകും. ഹാദിഹി തോലിബത്തുൻ എന്നുള്ളത് ഹൗലായി തോലിബാത്തുനാകും. മുദരിസത്തുൻ എന്താകും? മുദരിസാത്തുൻ. ഒരു മിനിറ്റ്, ഡൗട്ട് വന്ന്. അവിടെ ആക്ച്വലി മിന്നിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യില്ല, നിയർ ദ സ്കൂൾ എന്നേ പറയുള്ളൂ. ആ വേർഡ് ട്രാൻസ്ലേഷന്റെ ആവശ്യമില്ല അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോ. ദ ഹൗസ് ഇസ് നിയർ ദ സ്കൂൾ. ഓക്കെ. തൊബീബത്തുൻ തൊബീബാത്തുൻ ആണ്. മുസ്ലിമത്തുൻ മുസ്ലിമാത്തുൻ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യില്ലേ? ചെയ്യില്ലേ ഇത്? സൗജത്തുൻ സൗജാത്തുൻ ഉഖ്തുൻ അഖവാത്തുൻ ഓൾറെഡി ലെസണിൽ വന്നതാണ്. ഫത്താത്തുൻ ഫതയാത്തുൻ. ഇവിടെ വന്നപ്പോ എന്താണ്? ജദീദത്തുൻ കബീറത്തുൻ സഗീറത്തുൻ തവീലത്തുൻ. ഇതിന്റെ പ്രത്യേകത എന്താണ്? അങ്ങനെയുള്ളതിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ജദീദാത്തുൻ കബീറാത്തുൻ സഗീറാത്തുൻ തവീലാത്തുൻ എന്ന് പറയണോ? ആ, ജമ തക്സീറാണ്. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? എന്തായിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്? യെസ്, മുദക്കർ ആണെങ്കിലും മുഅന്നസ് ആണെങ്കിലും നമുക്കത് ഉപയോഗിക്കാം എന്നുള്ളത് അല്ലേ? ജുദുദൂൻ എന്നുള്ളത് മുദക്കറായിട്ടും യെസ് മുഅന്നസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ ഹാദിഹി ജദീദത്തുൻ എന്നുള്ളത് ഹ ഉലായി ജുദുദുൻ. ഹാദിഹി കബീറത്തുൻ എന്നുള്ളത് ഹ ഉലായി കിബാറുൻ. അത് ഓൾറെഡി നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ അവിടെ തന്നിട്ടുണ്ട്, അതൊന്ന് എടുത്തെഴുതുക. ഓക്കെ. സഗീർ എന്നുള്ളത് സിഗാറുൻ ആണ്. തവീലത്തുൻ കാരണം എന്താണത്? അഡ്ജക്റ്റീവ്സ് ആണ് ഇല്ലേ? വിശേഷണങ്ങളായിട്ട് വരുന്ന ഇസ്മല്ലേ ജദീദത്തുൻ കബീറത്തുൻ സഗീറത്തുൻ തവീലത്തുൻ എന്നൊക്കെ പറയുന്നത്. അല്ലാതെ മുസ്ലിമത്തുൻ അല്ലെങ്കിൽ സൗജത്തുൻ ഉഖ്തുൻ പോലുള്ളതല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അതിന്റെ ജമ തക്സീർ, അതിന്റെ ജമ രണ്ടിലും ഉപയോഗിക്കാം. ക്ലിയർ അല്ലേ? അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യരുതോ? എഴുതണേ. ഇത് കേട്ട് പോയത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു, പക്ഷെ അത് നിങ്ങൾ എഴുതണം. ഇതിൽ തന്നെ നിങ്ങൾക്ക് ബുക്കിൽ തന്നെ അത് ഫില്ല് ചെയ്യണേ ഇൻഷാ അല്ലാ. ഓക്കെ. അടുത്ത കുറേ സെന്റൻസുകൾ നമുക്ക് അനലൈസ് ചെയ്ത് പോകാൻ കുറച്ച് സെന്റൻസുകളുണ്ട്. അത്ര തന്നെ. ഹാ ഉലായി ഇഖ്വതി വഹാ ഉലായി അഖവാതി. രണ്ട് ജുംല ഇസ്മിയ. ഹാ ഉലായി മുബ്തദ, ഇഖ്വതു ഖബർ വമുദാഫ്, യാ മുതകല്ലിം മുദാഫ് ഇലൈഹി. وحرف العطف هؤلاء مبتدأ أخوات خبر ومضاف يا متكلم مضاف إليه. These are my brothers and these are my sisters. ഒന്ന് ഇഖ്വത്തുൻ ആണ്. ഈ ഇഖ്വത്തുനും അഖവാത്തുനും തമ്മിൽ തിരിഞ്ഞു പോവല്ലേ? കുറച്ച് കൺഫ്യൂഷൻ വരും, പ്രത്യേകിച്ച് ഈ താമർബൂത്ത വരുന്നത് കൊണ്ട്. അത് പക്ഷെ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അഹുൻ്റെതാണ് ഇഖ്വത്തുൻ. അതേപോലെ ഫിത്തിയത്തുനും ഉണ്ട്. അത് താമർബൂത്ത വെച്ചിട്ട് നിങ്ങളത് മുന്നസാക്കിയിട്ട് അങ്ങനെ രീതിയിൽ മനസ്സിലാക്കരുത്. അത് സഹോദരിമാരല്ല, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അല്ല, ബ്രദേഴ്സ് ആണ്, സഹോദരന്മാരാണ്. ഓക്കെ. ദീസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് ദീസ് ആർ മൈ സിസ്റ്റേഴ്സ്. ഇവർ എന്താണ്? എൻ്റെ സഹോദരന്മാരും ഇവർ എൻ്റെ സഹോദരിമാരും ആണ്. ചെറിയ കൺഫ്യൂഷൻ വരും ആ താമർബൂത്ത ഉള്ളത് കൊണ്ട്. അത് പക്ഷെ നിങ്ങൾ റിപ്പീറ്റഡ്ലി നമ്മൾ എന്തായാലും ലെസണിൽ ചെയ്യുന്നുണ്ട്, പാഠങ്ങളിൽ വരും ഇനിയും. പക്ഷെ അത് നിങ്ങൾ മനസ്സിൽ അതങ്ങനെ രജിസ്റ്റർ ചെയ്ത് വെക്കണം. താ മഫ്തൂഹ അല്ലേന്നോ? ഏതിനാണ് താ മഫ്തൂഹ? ഇഖ്വത്തുന് താ മർബൂത്തയാണ്. അത് മഫ്തൂഹ ആവുന്നത് ഈ യാമുത്തക്കലിം അല്ലെങ്കിൽ ദൊമീർ അറ്റാച്ച് ചെയ്ത സമയത്താണ്. യാമുത്തക്കലിം അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് താ മർബൂത്ത താ മഫ്തൂഹ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇഖ്വത്തുനും ഫിത്യത്തുനും ഒക്കെ പറയുന്ന വാക്കുകൾ അത് മുദക്കർ ആണെന്ന് തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അതൊന്ന്
റിവൈസ് ചെയ്താൽ മതി. ഇഖ്വത്തുൻ എന്നുള്ളത് മുദക്കറാണ്, മുഅന്നത്ത് അല്ല, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അല്ല എന്നുള്ളത്. ഓക്കെ, അതിനി വരും, ഇനി ലെസൺസിൽ വരുമ്പോൾ അത് നിങ്ങൾക്ക് തറവായിക്കോളൂ ഇൻഷാ അല്ലാ. من هؤلاء الفتيات من اسم الاستفهام هؤلاء الفتيات اسم الإشارة مشار إليه അല്ലെങ്കിൽ مبدل منه بدلان. هؤلاء بنات المدرسة. هؤلاء مبتدا، بنات خبر، ومضاف المدرسة مضاف إليه. These are എന്താണ് സോറി, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൂ ആർ ദീസ് യങ് വിമൻ? ഈ യുവതികൾ ആരാണെന്ന് ചോദിക്കുകയാണ്. ദീസ് ആർ ദ ഡോട്ടേഴ്സ് ഓഫ് ദ ടീച്ചർ. യെസ്, അതും കറക്റ്റ് ആണ്. ഇഖ്വത്തുനും ഇഖ്വാനുനും ഉണ്ടെന്ന് നമുക്കറിയാലോ, നിങ്ങൾക്ക് രണ്ടും യൂസ് ചെയ്യാം. ഹൗലായി ഇഖ്വാനി എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഓക്കെ, ഹൗലായി ബനാത്തുൽ മുദദ്ദിസതി, ഇവർ അധ്യാപികയുടെ മക്കളാണ്, പെൺമക്കളാണ്. ക്ലിയർ ആണോ? هؤلاء الفتيات زميلاتي. هؤلاء اسم الإشارة ആണ്, മുബത്തദയാണ്, മുബദൽ മിൻഹു ആണ്. അൽ ഫതയാത്തു മുഷാറിൻ ഇലൈഹി और ബദൽ. زميلاتي زميلاتو خبر ومضاف يا متكلم مضاف إليه. These young women are my classmates. ഈ യുവതികൾ എൻ്റെ സഹപാഠികളാണ്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് അനാലിസിസ് കുറച്ചുകൂടെ ക്ലിയർ ആയി വരുന്നുണ്ടോ? എപ്പോഴും നിങ്ങൾ ഓരോ വാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ വാക്ക് ഫസ്റ്റ് കാണുന്ന വാക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാം മുബത്തദയായിരിക്കും എന്നുള്ളത്. ഓക്കെ, അത് പിന്നെ അടുത്ത വാക്കിലോട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, ഇനി അടുത്ത വാക്ക് അതിന് മുന്നേ വന്നതിലോട്ടും ശേഷം വന്നതിലോട്ടും എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അൽഹംദുലില്ലാ. അബൂഹുന്ന ത്വബീബുൻ വ ഉമ്മുഹുന്ന മുദരിസത്തുൻ. രണ്ട് ജുംല ഇസ്മിയ. അബു മുബ്തദ വ മുദാഫ്, ഹുന്ന മുദാഫ് ഇലൈഹി, ത്വബീബുൻ ഖബർ, وحرف العطف أم مبتدا ومضاف هن مضاف إليه مدرسة خبر. Their father is a doctor and their mother is a teacher. അവരുടെ ഉപ്പ ഒരു ഡോക്ടറും അവരുടെ ഉമ്മ ഒരു അധ്യാപികയുമാണ്. ഈസി അല്ലേ? أين الطالبات الجدد؟ أين اسم الاستفهام؟ الطالبات الجدد എന്താണ്? موصوف صفة. yes, موصوف. الطالبات موصوف، الجدد صفة. الطالبات الجدد എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ الجدد വന്നതിൽ? ഓക്കെ, where are the new students? ഫീമെയിൽ സ്റ്റുഡൻസിന്റെ കാര്യം ചോദിക്കുകയാണ്. പുതിയ വിദ്യാർത്ഥിനികൾ എവിടെയെന്ന്. ذهبن إلى المكتبة. ذهبن എന്താണ് സംഭവം? ذهبن ഫെയിൽ മാദിയാണ്. ഫെയിൽ മാദിയുടെ ഏത് രൂപമാണ്, ഏത് ദമീറിനെയാണ് സൂചിപ്പിക്കുന്നത്? ഏത് ദമീറിനെയാണ് അത് സൂചിപ്പിക്കുന്നത്? നഹ്നുവോ? നഹ്നുന്റെ ആണോ ദഹബിന്? അനയോ? നിങ്ങൾ ഫെയിൽ മാദി പ്രാക്ടീസ് ചെയ്യണേ. അനാന്നും നഹ്നുന്നും ഒക്കെ പറയുന്നുണ്ട്. ഹുന്നയാണ്. യെസ്, ഹുന്ന പറഞ്ഞവരൊക്കെ കറക്റ്റ് ആണ്. ഹുന്നയാണത്.
അല്ലേ? ഫഅല, ഫഅല, ഫഅലു, ഫഅലത്, ഫഅൽന. പിന്നെ ഫഅൽത, ഫഅൽതുമ, ഫഅൽതും, ഫഅൽതി, ഫഅൽതുമ, ഫഅൽതുന്ന, ഫഅൽതു ആണ് അന, ഫഅൽന അലിഫ് വേണം നഹ്നൂന്, അല്ലേ? അപ്പൊ ഇത് ദഹബിന എന്നുള്ളത് ഹുന്നയുടെയാണ്. ഓക്കെ, ദഹബ്ന ഫേൽ വ ഫായിൽ, ഇലൽ മക്തബത്തി ജാർ മജ്റൂർ മുതഅല്ലിഖ് ബിൽ ഫേൽ. നമ്മൾ ജമയിലോട്ടൊക്കെ മാറിയതാണ്. നമ്മൾ ഇത്രയും നാളും ദഹബയും ദഹബത്തും ആണ് പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഫാല ഫാലത്തിന്റെ രൂപങ്ങൾ ഹുവ ഹിയ പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഇപ്പൊ നമ്മൾ ജമയിലോട്ട് നീങ്ങി. അതിന്റെ മുസക്കറും മുഅന്നസും ഒക്കെയാണ് നോക്കുന്നത്. ഇപ്പൊ ദഹബിന വന്നു, അവർ പോയി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ദഹബിന. ദഹബു എന്നുള്ളത് മുദക്കറാണ്, അവർ പോയി എന്ന് പറയുന്നത് ദഹബു എന്നാണ് ആണുങ്ങൾക്ക്. ഇനി അതല്ല സ്ത്രീകൾക്കാണ് പറയുന്നതെങ്കിൽ ദഹബിന ആണ്. ഇനി ഖൊറജയാണെങ്കിൽ ഖൊറജിന, ഫാലാണെങ്കിൽ ഫാലിന. യെസ്, പ്ലൂറൽ ആണെന്നുള്ളതേ ഉള്ളൂ, ജമ ആണ്. ദഹബിന ഇലൽ മക്തബത്തി, അവർ ലൈബ്രറിയിലേക്ക് പോയി. ദേ വെന്റ് ടു ദി ലൈബ്രറി. ഇനി അവരിന് പകരം ദ ന്യൂ സ്റ്റുഡൻസ് വെന്റ് ടു ദ ലൈബ്രറി എന്ന് എനിക്ക് പറയണം. പുതിയ വിദ്യാർത്ഥിനികൾ എവിടെ പോയി എന്നല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അതിനുത്തരം പുതിയ വിദ്യാർത്ഥിനികൾ ലൈബ്രറിയിലേക്ക് പോയി എന്ന് എനിക്ക് പറയണം. ഈ ജുംല ഫെയിലി ആയിട്ട് തന്നെ എങ്ങനെ പറയും? എങ്ങനെ പറയൂ അത്? ഇതിപ്പോ അവർ പോയി എന്നാണ് പറയുന്നത്. എനിക്ക് അവർ പോയിക്ക് പകരം പുതിയ വിദ്യാർത്ഥിനികൾ ലൈബ്രറിയിലേക്ക് പോയി എന്ന് പറയണം. ദ ന്യൂ സ്റ്റുഡൻസ് വെന്റ് ടു ദ ലൈബ്രറി. ദഹംനക്ക് എന്തെങ്കിലും മാറ്റം വരുമോ? ദഹംന മാറും ഇല്ലേ? കാരണം അവിടെ ത്വാലിബാത്തുൽ ജുദുദു എന്താണ്? അല്ലെങ്കിൽ ത്വാലിബാത്തു എന്താണ്? യെസ്, എല്ലാരും കറക്റ്റ് ആണ് കേട്ടോ, അൽഹംദുലില്ലാ. ത്വാലിബാത്തു അവിടെ ഫായിൽ വാഹിറാണ്, ഔട്ട്സൈഡ് ഫായിലാണ്, അല്ലേ? ബാഹ്യമായ ഫായിലായിട്ട് വരികയാണ്. അപ്പൊ അവിടെ നമുക്ക് ദഹബിനെ കൊടുക്കാൻ പറ്റില്ല. അവിടെ ഇപ്പൊ ദഹബത്ത് എന്നാണ് കൊടുക്കേണ്ടത്. ദഹബത്ത് ആണ് ഫേല്, പക്ഷെ നമ്മൾ എഴുതുന്ന സമയത്ത് അവിടെ ഒരു കെസ്ര കൊടുക്കും. കാരണം എന്താ? ദഹബത്തി എന്ന് കൊടുക്കും. ദഹബത്ത് തന്നെയാണ് ഫേല്, പക്ഷെ എഴുതുമ്പോ ദഹബത്തി കൊടുക്കും. കാരണം അടുത്തത് അത്വാലിബാത്തു ആണ്, ഇൽത്തിഖാഉ സാക്കിനൈൻ. യെസ്, ദഹബത്തി ത്വാലിബാത്തുൽ ജുദുദു ഇലൽ മക്തബത്തി എന്ന് പറയും. ക്ലിയർ ആണോ? അതിനി നമുക്ക് ജുംല ഇസ്മി ആയിട്ടാണ് എഴുതുന്നതെങ്കിലോ? അതിപ്പോ പറഞ്ഞത് ജുംല ഫെയിലിയാണ്, പക്ഷെ ആ ജുംല തന്നെ ഇസ്മി ആയിട്ടാണ് എഴുതുന്നതെങ്കിലോ എങ്ങനെ എഴുതും? പുതിയ വിദ്യാർത്ഥിനികള് ലൈബ്രറിയിലേക്ക് പോയി എന്നുള്ളത് ജുംല ഇസ്മി ആയിട്ട്, ദ ന്യൂ സ്റ്റുഡൻസ് വെന്റ് ടു ദ ലൈബ്രറി, എങ്ങനെ എഴുതും? ത്വാലിബാത്തുൽ ജുദുദു ദഹബൂന, ദഹബുവോ? ദഹബൂന്ന് എങ്ങനെയാ വരിക? ദഹബിന, ദഹബിന തന്നെയാണ് അവിടെ വരിക, ദഹബു വരില്ല. നിങ്ങൾ പഴയ ഓർമ്മയ്ക്ക് ദഹബു പറഞ്ഞതായിരിക്കാം, അത് പറഞ്ഞ് ദഹബു അല്ല, ദഹബിന ആണ്, മുന്ന ഫോം ആണ്, അല്ലേ? യെസ്, ത്വാലിബാത്തുൽ ജുദുദു, സോറി ജുദുദു ദഹബിന ഇലൽ മക്തബത്തി എന്ന് വരും. അവിടെ നമ്മൾ ദഹബിന തന്നെ കൊടുക്കും. ക്ലിയർ അല്ലേ ഈ കോൺസെപ്റ്റ്?
ഫെയില്, ജുംല ഫെയിലിയ, ഔട്ട്സൈഡ് ഫായില്, ഫായിൽ ദാഹിറും കാര്യങ്ങളും ഒക്കെ അതൊന്നും കൂടെ നിങ്ങൾ റിവൈസ് ചെയ്യിച്ചെന്നേ ഉള്ളേ. അതെപ്പോഴും മനസ്സിൽ വേണ്ട ഒരു കാര്യമാണ് ആ റൂള്. ഓക്കെ, അൽഹംദുലില്ല. ഐന ബനാതുക യാ, സോറി ബനാതുക്കി ആണ്, അമ്മത്തി ആണ്. യാ അമ്മത്തി. ഐന ഇസ്മുൽ ഇസ്തിഫ്ഹാം, ബനാതുക്കി ഇദാഫ, യാ ഹർഫ് നിദ, അമ്മതു منادى ومضاف، يا متكلم مضاف إليه. Where are your daughters? Oh my aunt എന്ന് ചോദിക്കുകയാണ്, paternal aunt. നിങ്ങളുടെ മക്കൾ, പെൺമക്കൾ എന്തേ ഓ ആൻറ്റി എന്ന് ചോദിക്കുകയാണ്. ഹുന്ന ഫിൽ മതുബഖി. ഹുന്ന മുബ്തദ, ഫിൽ മതുബഖി ജാർ മജ്റൂർ, ഷിബു ജുംല ഖബർ. They are in the kitchen. അവർ അടുക്കളയിലാണെന്ന് പറയാണ്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ക്വസ്റ്റ്യനിലും ആൻസറിലും? ഡൗട്ട്സ് എന്തെങ്കിലും ക്വസ്റ്റ്യനിലോ ആൻസറിലോ? ക്ലിയർ ആണോ അത്? أهؤلاء الممرضات مسلمات. حرف الاستفهام هؤلاء الممرضات. اسم الإشارة مشار إليه അല്ലെങ്കിൽ മുബദ്ദൽ മിൻഹു ബദൽ. മുസ്ലിമാത്തുൻ, ഈ അൽ മുമരിദാത്തു മുസ്ലിമാത്തുൻ എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ജമ മുഅന്നസ് സാലിമാണ്, മർഫു ആണെന്നുള്ളത് മനസ്സിലാക്കുക. ആർ ദീസ് നഴ്സസ് മുസ്ലിംസ്? ഈ നഴ്സുമാര് മുസ്ലിങ്ങളാണോ എന്ന് ചോദിക്കുകയാണ്. നഅം, ഹർഫുൽ ജവാബ് യെസ്. ഓക്കെ, അതേന്ന് പറയാണ്. ഹഉലായി ത്വബീബാത്തുൻ. ഹഉലായി മുബ്തദ, ത്വബീബാത്തുൻ ഖബർ. ദീസ് ആർ ഡോക്ടേഴ്സ്, ഇവർ ഡോക്ടർമാരാണ്. അസ്വാജുഹുന്ന മുദരിസൂന. അസ്വാജു മുബ്തദ വ മുദാഫ്, ഹുന്ന മുദാഫ് ഇലൈഹി, മുദരിസൂന ഖബർ. അസ്വാജു മുദരിസൂന, രണ്ട് തരത്തിലുള്ള ജമ ഇതിൽ വരുന്നുണ്ട് അല്ലേ? അസ്വാജു എന്താണ്? അസ്വാജുൻ അസ്വാജുൻ എന്താണ്? ജമ മുദക്കർ സാലിമോ ആണോ? ജമ തക്സീർ അല്ലേ ഇത്? അസ്വാജ് ജമ തക്സീർ ആണ്. യെസ്, ജമ തക്സീർ മർഫു ആണ്. മുദരിസൂന ജമ മുദക്കർ സാലിം മർഫു ആണ്. ഓക്കെ, their husbands, ഹസ്ബൻഡ്സിനാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. their husbands are എന്ത്? ടീച്ചേഴ്സ്. അവരുടെ ഭർത്താക്കന്മാര് അധ്യാപകന്മാരാണെന്ന് പറയാണ്. തൊബീബാത്തുനെ കുറിച്ചിട്ടുള്ള വിവരം പറഞ്ഞതാണ്. യെസ്. മൻ ഹാദിഹിൽ മർഅതു. മൻ ഹാദിഹിൽ മർഅതു എന്താണ്? ഹു ഈസ് ദിസ്? അൽ മറ. അൽ മർഅതു എന്ന് പറഞ്ഞാല് വുമൺ ആണ്, സ്ത്രീ. ഹാദിഹിൽ മൻ ഇസ്മുൽ ഇസ്തിഫാം, ഹാദിഹിൽ മർഅതു ഇസ്മുൽ ഇഷാറ മുഷാറിൻ ഇലൈഹി അല്ലെങ്കിൽ മുബദൽ മിൻഹു ബദൽ. ഓക്കെ, ഈ സ്ത്രീ ആരാണെന്ന് ചോദിക്കുകയാണ്. ഹിയ സൗജത്തു ത്വബീബിൽ ജദീദി. ഹിയ മുബ്തദ, സൗജത്തു ഖബർ വ മുദാഫ്, الطبيبي مضاف إليه وموصوف.
الجديد صفة. She is the wife of the new doctor. അവൾ പുതിയ ഡോക്ടറിന്റെ ഭാര്യയാണ്. ക്ലിയർ ആണോ? ബനാത്ത്, ബനാത്തു ക ആണോ കീ ആണോ? ക എന്ന് പറയുന്നവരുണ്ട്, കീ എന്ന് പറയുന്നവരുണ്ട്. ക ആണോ കീ ആണോ? യാ ഉസാമ എന്നാണ് പറയുന്നത്. ഉസാമ എന്താണ്? ആണല്ലേ? ഓക്കെ, അപ്പൊ ക ആണ്. ഹർഫുൽ ഇസ്തിഫാം. ബനാതുക ഇദാഫയാണ്. മുദാഫ് മുദാഫ് ഇലൈഹി. ഫിൽ മദ്രസത്തി ജാർ മജ്റൂർ ആണ്. അൽ മദ്രസത്തി സാനവിയത്തി മൗസൂഫ് സിഫ. യാ ഹർഫ് നിദ ഉസാമത്തു മുനാദ. ഓക്കെ. യുവർ ഡോട്ടേഴ്സ് ഇൻ ദി സെക്കൻഡറി സ്കൂൾ ഓ ഉസാമ. നിന്റെ പെൺമക്കള് സെക്കൻഡറി സ്കൂളിലാണോ എന്ന് ചോദിക്കുകയാണ് ഉസാമയുടെ അടുത്ത്. ക്ലിയർ ആണോ അത്? ഡൗട്ട് വന്ന എന്തായിരുന്നു? അസ്വാജ് രണ്ടിനും ഉപയോഗിക്കാം. യെസ്, അസ്വാജ് രണ്ടിനും യൂസ് ചെയ്യാം. ഹസ്ബൻഡ്സിനും വൈഫ്സിനും. ബേസിക്കലി പാർട്ട്നേഴ്സ് ആണ്. സ്പൗസ്. ആ ഒരു പേരിന് യൂസ് ചെയ്യുന്നതാണ്. അത് ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും യൂസ് ചെയ്യാം. അത് തന്നെ, ഇണ. ഓക്കെ. അതേപോലെ സൗജാത്തും പറയാം. സൗജത്തുനും സൗജാത്തെന്നും പറയാം. അങ്ങനെയും പറയാം. യെസ്, രണ്ടും പറയാം. രണ്ട് രീതിക്കും പറയാം. അസ്വാജ് എന്നുള്ളത് രണ്ടിനും ഉപയോഗിക്കാം. അതല്ല മുഅന്നസായിട്ട് തന്നെ ഉള്ളതുകൊണ്ട് സൗജത്തുൻ സൗജാത്തുനും ഉപയോഗിക്കാം. ഓക്കെ ആണോ? ആണെന്നുള്ളൊരു ഇതില്ല. അസ്വാജിന് നമുക്ക് രണ്ടിനും ഉപയോഗിക്കാന്നുള്ളതാണ്. അസ്വാജ് കണ്ടാൽ അത് ആണ് മാത്രമാണ് എന്നുള്ളതില്ല. അതേസമയം സൗജത്തുനും സൗജാത്തുൻ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ മാത്രമാണ്. വ്യത്യാസം മനസ്സിലായോ? യെസ്, കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ തിരിച്ചറിയുന്നത്. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ. بعضهن في المدرسة الثانوية وبعضهن في المدرسة المتوسطة. രണ്ട് ജുംല ഇസ്മിയ. ഇത് നമ്മൾ ചെയ്തതല്ലേ? بعضهم بعضهم. ഇവിടെ بعضهن വന്നു എന്നുള്ളതേ ഉള്ളൂ. بعد مبتدا ومضاف. هن مضاف إليه. في المدرسة جار مجرور شبه جملة خبر. المدرسة الثانوية موصوف صفة. وحرف العطف بعد مبتدا ومضاف. هن مضاف إليه. في المدرسة جار مجرور شبه جملة خبر. المدرسة موصوف. المتوسطة صفة. Some of them are in the secondary school and some of them are in the middle school. അവരിൽ ചിലര് സെക്കൻഡറി സ്കൂളിലും അവരിൽ ചിലര് മിഡിൽ സ്കൂളിലുമാണ്. ക്ലിയർ ആണോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ അതില്? ഒക്കെ നമ്മൾ പറഞ്ഞു പോയ സെന്റൻസുകളാണ്, ജുംലകളാണ് പിന്നെയും പിന്നെയും വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ.
അൽ മർഅത്തുനെ കുറിച്ചിട്ട് പറയാനുണ്ട്. അത് ഇൻഷാല്ലാ പിന്നീട് അത് വരുന്നുണ്ട്, അപ്പൊ ഞാൻ പറയാം. ഓക്കെ. അലക ബനാത്തുൻ യാ ലൈല. അലക്ക അല്ല, സോറി, ലക്കിയാണ്. അലക്കി ബനാത്തുൻ യാ ലൈല. ഹർഫുൽ ഇസ്തിഫാം, ലക്കി ജാർ മജ്റൂർ, ബനാത്തുൻ. എന്താണ് നിങ്ങൾ ബനാത്തുനെ കുറിച്ച് പറയുക? അതെങ്ങനെയാണ് ജമ തക്സീർ ആവുന്നത്? തുൻ നല്ല ക്ലിയർ ആയിട്ടില്ലേ അതില്? നിങ്ങൾക്ക് ഇപ്പോഴും തക്സീറും സാലിമുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ട്? ആത്തുൻ എന്നുള്ളൊരു അവസാനം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ അല്ലേ? ജമ മുഅന്നസ് ആണെന്നുള്ളത്. ജമ മുഅന്നസ് സാലിമാണ്, മർഫു ആണ്. ഓക്കെ. യാ ഹർഫ് നിദ, ലൈല മുനാദയാണ്. ഡു യു ഹാവ് എ ഡോട്ടർ ഓ ലൈല? നിനക്കൊരു മകളുണ്ടോ എന്ന് ചോദിക്കുകയാണ് ലൈല എടുത്ത്. നഅം ലീ ബനാത്തുൻ കിബാറുൻ. സോറി, പെൺമക്കളുണ്ടോ എന്നാണ് കേട്ടോ, മകളല്ല, പെൺമക്കൾ. ഡു യു ഹാവ് ഡോട്ടേഴ്സ് ഓ ലൈല? നിനക്ക് പെൺമക്കളുണ്ടോ ലൈല എന്ന് ചോദിക്കുകയാണ്. نعم لي بنات كبار. نعم حرف جواب. لي جار مجرور شبه جملة خبر مقدم. بنات مبتدا مؤخر وموصوف. كبار صفة. അതെ, എനിക്ക് വലിയ പെൺമക്കളുണ്ട്. Yes, I have big daughters. وهن طالبات بالجامعة. وحرف العطف. هن مبتدا، طالبات خبر، بالجامعة جار مجرور متعلق بالخبر. And they are students at the university. അവര് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനികളാണ്. ക്ലിയർ ആണോ? ഓക്കെ. من هؤلاء النساء؟ سوري، من هؤلاء النساء الطوال؟ من اسم الاستفهام؟ هؤلاء اسم الإشارة، مشار سوري النساء مشار إليه، അല്ലെങ്കിൽ هؤلاء مبدل منه، النساء بدل، النساء موصوف، الطوال صفة. Who are these tall women? ഇനി ഉയരമുള്ള സ്ത്രീകൾ ആരാണെന്ന് ചോദിക്കാണ്. ഹുന്ന ത്വബീബാത്തുൻ മിൻ അംരീക്ക. ഹുന്ന മുബ്തദ, ത്വബീബാത്തുൻ ഖബർ, മിൻ അംരീക്ക ജാർ മജ്റൂർ മുതഅല്ലിഖ് ബിൽ ഖബർ. ദേ ആർ ഡോക്ടേഴ്സ് ഫ്രം അമേരിക്ക. അവര് അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടർമാരാണ്. ക്ലിയർ ആണോ? الطبيبات خرجن من المستشفى. جملة اسمية. الطبيبات مبتدأ، خرجن من المستشفى جملة فعلية خبرانة. അത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ خرجن فعل وفاعل من المستشفى ജാർ മജ്റൂർ മുതഅല്ലിഖ് ബിൽ ഫെയിൽ. അല്ലെങ്കിൽ മറ്റേ രീതിക്കും നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ അറിയില്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു പോയതാണ്. ത്വബീബാത്തു ഖറജ്ന മാത്രമായിട്ട് നമുക്ക് ജുംല ഇസ്മിയനെ എടുത്തിട്ട് മിനൽ മുസ്തഷ്ഫ ഖറജ്ന ഖബറിന്റെ മുതഅല്ലിഖായിട്ട് പറയാം. അതല്ല, ത്വബീബാത്തു മുബ്തദ ഖറജ്ന മിനൽ മുസ്തഷ്ഫ മൊത്തത്തിൽ ജുംല ഫെയിലിയ ഖബർ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഇത് നമ്മൾ പറഞ്ഞതാണ്. ക്ലിയർ ആണോ? The doctors left from the hospital. ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ നിന്ന് പുറപ്പെട്ടു. ക്ലിയർ ആണോ ആ പറഞ്ഞത്? ഖറജ്ന മിനൽ മുസ്തഷ്ഫനെ അനലൈസ് ചെയ്യുന്നത്.
അനക്കില്ലല്ലോ, ക്ലിയർ അല്ല? ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാ. ഇതിനെ നിങ്ങൾ ജുംല ഫെയിൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഉള്ളതറിയാലോ. അതിനി എടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. ഖറജത്തി ത്വബീബാത്തു മിനൽ മുസ്തഷ്ഫ എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത എക്സസൈസ് ഇവിടുത്തെ മൊത്തത്തിൽ നോക്കുക, അതിനെ ജമ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നേക്കുന്നത് സൈനബു ഖറജത്ത് മിനൽ ഫസ്ലി. സൈനബു വന്നപ്പോൾ ഖറജത്ത് ആണ് മിനൽ ഫസ്ലി. സൈനബുവിന് പകരം സൈനബു വ ആമിനത്തു വ മറിയമു. കുറെ പേരുണ്ട്, 3 പേരുണ്ട്. അപ്പൊ ഖറജത്ത് എന്താകും? ഖറജന മിനൽ ഫസ്ലി ആകും. അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് ജമ ആക്കുകയാണെങ്കിൽ, ഈ ജുംലേനെ ജമ ആക്കുകയാണെങ്കിൽ എങ്ങനെ വരും? അൽ മുദരിസത്തു ദഹബത് ഇലൽ ഫസ്ലി എങ്ങനെ മാറും ജമ ആക്കിയാല്? മാറുന്നത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി, മാറാത്തത് അവിടെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. മാറുന്ന കാര്യങ്ങൾ പറയാം. അൽ മുദരിസത്തു ദഹബത് ഇലൽ ഫസ്ലി എന്ന് പറയുന്ന ജുംലയിൽ എന്തൊക്കെയാണ് മാറുന്നത്? ആ ജുംലയിൽ എന്തൊക്കെ മാറും? ആ, അതാദ്യമേ പറയണ്ടേ. അൽ മുദരിസാത്തു ആകും. അൽ മുദരിസാത്തു ദഹബത്ത് എന്താകും? ദഹബു ആവില്ല. അതെങ്ങനെയാണ് ദഹബു ആവുക? മുഅന്നസ് മുദക്കർ ആവുമോ? ദഹബ് ദഹബ് ആ ദഹബിന ആണ്. ഓക്കെ, ദഹബിന ഇലൽ ഫസ്ലി. الطالبة الجديدة جلست في الفصل. അതെങ്ങനെ മാറും? എന്തൊക്കെയാണ് മാറുന്നത്? الطالبة الجديدة جلست في الفصل എന്ന് പറയുന്ന ജുംലയിൽ എന്തൊക്കെയാണ് മാറുന്നത്? الطالبات ആകും. ആൻഡ് ഓൾസോ അൽ ജദീദത്തു മാറും ഇല്ലേ? മൗസൂഫ് സിഫയാണ്. الطالبات الجدد. ആൻഡ് ജലസത്ത് എന്നുള്ളത് ജഹബ്ന എന്നൊക്കെ ഇട്ടേക്കുന്നുട്ടോ. ജലസത്താണ് ഫേല്, ജലസ്ന ആണ്. الطالبات الجدد جلسن في الفصل എന്ന് വരും. بنت محمد ذهبت إلى المدرسة. ഇവിടെ എന്താ മാറ്റം വരിക? എന്തൊക്കെ മാറും? ബിന്തു മുഹമ്മദിൻ ذهبت إلى المدرسة എന്നുള്ളത് ബനാത്തി അല്ല കേട്ടോ. നിങ്ങൾ ഇറാബ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ബനാത്തുൻ എന്നാരോ പറഞ്ഞു, ബനാത്തി എന്ന് പറയുന്നു. ബനാത്തുൻ വരില്ല, ബനാത്തീന്നും വരില്ല, ബനാത്തു ആണ്. തൻവീൻ കൊടുക്കരുത്, മുദാഫാണ്. ആൻഡ് ബനാത്തി എങ്ങനെ വരിക? മർഫു അല്ലേ? ബനാത്തു മുഹമ്മദിൻ, മുഹമ്മദിൻ അങ്ങനെ തന്നെ നിൽക്കും. ബനാത്തു മുഹമ്മദിൻ ദഹബ് ദഹബ് സോറി ഒരു മിനിറ്റ്. യെസ്, ദഹബത്ത് തന്നെയായിരുന്നു ഇവിടെ. ഓക്കെ, ബനാത്തു മുഹമ്മദിൻ ദഹബിന ഇലൽ മദ്രസത്തി. ക്ലിയർ ആണോ? ഇറാബ് വളരെ സൂക്ഷിക്കണം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത്. ഓക്കെ, ഇത് വെരി ഈസി എക്സസൈസ് ആണ്. ഇതിന് ഹാദാണോ ഹാദിഹി ആണോ ഹൗലായി ആണോ കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ഇവിടെ എന്ത് കൊടുക്കും? അഹി. ഹാദ ഉഖ്തി.
أختي. أختي هذه. رجال. رجال هذايو. هؤلاء. നിങ്ങൾ ഉലായിക്ക ഒക്കെ പറയല്ലേ, എന്താണോ എക്സസൈസ് അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എവിടെയാണ് ഉലായിക്ക കൊടുക്കാൻ പറഞ്ഞത്? റിജാലുൻ ഹ ഉലായി ആണ്. മുദരിസൂന. ഹ ഉലായി. ത്വാലിബാത്തുൻ. ഹ ഉലായി. ഉമ്മി. هذه. أبي. هذا. طالبة. طالبة. ഹൗലായിയോ? എങ്ങനെയാണ് ത്വാലിബത്തുൻ ഹൗലായി ആവുന്നത്? ത്വാലിബത്തുൻ മുഫ്രദല്ലേ? ഹാദിഹി. ത്വബീബാത്തുൻ. ഹൗലായി. തുജാറുൻ. ഹൗലായി. ഈസി അല്ലേ? ഹദ ഹദിഹി ഹൗലായി. അടുത്തതും വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ഇസ്മുൽ ഇഷാറയ്ക്ക് പകരം ضمീർ മുൻഫസിലാണ്. ഹുവ ഹിയ ഹും ഹുന്ന എന്ത് കൊടുക്കും എന്നുള്ളതാണ്. മുദരിസുൻ. മൻ ഹാദ റജുലു. അപ്പൊ എങ്ങനെ പറയാ? മുദരിസുൻ ആണെന്ന്. ഹുവ മുദരിസുൻ. ഐന ത്വാലിബാത്തു. അവിടെ എന്ത് കൊടുക്കും? ഐന ത്വാലിബാത്തു. ഹുവ ആണോ ഹിയ ആണോ ഹും ആണോ ഹുന്നയാണോ? ഹുന്ന. മൻ ഹൗലാഇൽ ഫിത്യത്തു. മൻ ഹൗലാഇൽ ഫിത്യത്തു. അവിടെ എന്ത് കൊടുക്കും? ഹുവ ഹിയ ഹും ഹുന്ന. ചെറിയ കൺഫ്യൂഷൻ ഉണ്ടോ? അൽ ഫിത്യത്തു. ഫിത്യത്തു ആണാണോ പെണ്ണാണോ? ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? അതിന് ആണാണോ പെണ്ണാണോ? ഹു ആണോ ഹി ആണോ? എന്താണ് അൽ ഫിത്യത്തു? എന്താണ് അർത്ഥം? ഹൗലായി വന്നപ്പോ തന്നെ അത് പ്ലൂറൽ ആണ് ജമ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ പിന്നെ ഹുവ ഹിയുടെ കൺഫ്യൂഷൻ വരരുത്. ആണുങ്ങളാണ്. അല്ല, യുവതിയല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ രണ്ട് വാക്കുകള് അഹുൻ, ഇഖ്വത്തുൻ, ഫതൻ, ഫിത്തിയത്തുൻ എന്നുള്ളത് പഠിച്ചു വെക്കുക, തറവാക്കണം. അവിടെ ഹുമ്മാണ്. ഓക്കെ. ഐന ത്വാലിബാത്തുൽ ജദീദത്തു. അവിടെ എന്ത് വരും? ഹുന്നയോ? എങ്ങനെയാണ് ഹുന്ന വരിക? ത്വാലിബാത്തു. ത്വാലിബത്തുൽ ജദീദ്. ഞാൻ ത്വാലിബാത്തു എന്നാണോ പറഞ്ഞത്? സോറി, പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ത്വാലിബത്തുൽ ജദീദത്തു ഹിയയാണ്. ഓക്കെ, ത്വാലിബത്തുൽ ജദീദത്തു ഹിയയാണ്. മൻ ഹൗല ഇന്നാസു. നമ്മളവിടെ ജനറൽ ആയിട്ട് ഹും എന്നുള്ള രീതിക്കാണ് നാസ് ഹും എന്ന് പറയും. ഐന ത്വബീബാത്തു. ഹുന്ന. മൻ ഹാദൽ വലദു എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിച്ചേക്കാണ്. മൻ ഹാദൽ വലദു അല്ലദീ ഖറജ മിൻ ബൈതിക. ഹുവയാണ്.
മിൻ ഐന ഹഉലാഇ ദുയൂഫു. ഹും, ഹുമാണ്. യെസ്. മിൻ ഐന ഹഉലാഇൽ മുമദ്ദിദാത്തു. ഹുന്നയാണ്. മൻ ഹാദിഹിൽ ഫതാത്തു. മൻ ഹാദിഹിൽ ഫതാത്തു. ഫതാത്തു, ഫതയാത്തു എന്നല്ല. ഇത് നിങ്ങൾ ഒരു ടേബിൾ തന്നെ ഈ വാക്കുകൾ എഴുതി വെക്കണേ. ഫതന്റെ ജമ ആണ് ഫിത്തിയത്തുൻ. ഫതാത്തുടെ ജമ ആണ് ഫതയാത്തു. അപ്പൊ ഫതാത്തു. മറ്റേത് നമുക്ക് എങ്ങനെയാണ്? ജമ മുഅന്നസ് സാലിമിന് താ മർബൂത്തയാണോ അവസാനിക്കുക? ഹുന്ന പറയാൻ അൽ ഫതയാത്തു ആണ്. അത് ഓപ്പൺ തായാണ്, മഫ്തൂഹയാണ്. ഓക്കെ, ഇത് ഫതാത്തു ഫതയാത്തു. ഫതൻ ഫിത്തിയത്തുൻ. അത് അങ്ങനെ പഠിച്ചു വെക്കണേ. അപ്പൊ ഇവിടെ എന്താ വരിക? ഹിയ ആണ്. ഹിയ ബിൻതുൽ മുദരിസത്തി എന്ന് വരും. അങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ള വാക്ക് നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ച് അത് പിന്നെയും പിന്നെയും റിവൈസ് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഈ പാർട്ടിലെ ലാസ്റ്റ് എക്സസൈസ് ആണേ. നമുക്കിത് കൂടെ നിർത്താം. ജമ എഴുതാനാണ് പറയുന്നത്. ഇത് ഓരോ വാക്കിന്റെ ജമ. ഉഖ്തുൻ. വൊക്കാബുലറി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഉഖ്തുൻ, അഖവാത്തുൻ, ബിൻതുൻ, ബനാത്തുൻ, മുസ്ലിമത്തുൻ, മുസ്ലിമാത്തുൻ, ത്വബീബത്തുൻ, ത്വബീബാത്തുൻ, ത്വബീബുൻ, ത്വബീബുൻ, യെസ്, അത്തിബ്ബാഉ, സൗജുൻ, അസ്വാജുൻ, സൗജത്തുൻ, സോറി, സൗജാത്തുൻ, സൗജാത്തുൻ, ഫതാത്തുൻ, ഫതാത്തുൻ, ഫതയാത്തുൻ, കബീറത്തുൻ. കിബാറുനാണ്. ഇത് കബീറുനും കിബാറുനാണ്. കബീറത്തുനും കബീറുനും കിബാറുനാണ്. ത്വവീലത്തുൻ, തിവാലുൻ, ജദീദത്തുൻ, ത്വവീലത്തുൻ, തിവാലുനാണ്. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യമാണ്, അത് മറക്കരുത്. ഇത് നമുക്ക് ജമ തക്സീറിൽ നമ്മൾ പഠിച്ചതല്ലേ. അത് കബീറത്തുൻ ആണെങ്കിലും ഇനി കബീറുൻ ആണെങ്കിലും അല്ലെങ്കിൽ തവീലത്തുൻ തവീലുൻ ആണെങ്കിലും ജദീദത്തുൻ ജദീദുൻ ആണെങ്കിലും ഒക്കെ ജമ ഒന്ന് തന്നെയാണ്. തവീലത്തുൻ തുവാലുൻ ആണ്, ജദീദത്തുൻ ജുദുദുൻ ആണ്. അഖുൻ എന്താണ്? അഖുൻ എല്ലാരും ഈസി ഉള്ളത് ആദ്യമേ പറയാണല്ലേ. രണ്ടും പറയൂ. രണ്ടും ഈ ആണ്, ആ അല്ല. ഇഖ്വത്തുൻ, ഇഖ്വാനുൻ. ഓക്കെ, ഇഖ്വത്തുൻ, ഇഖ്വാനുൻ. കബീറുൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ജദീദുൻ ഓൾറെഡി പറഞ്ഞു. ജദീദത്തുനും ജദീദുനും ജുദുദുൻ തന്നെയാണ്. ക്ലിയർ ആണോ? ജമ ഓക്കെ, അൽഹംദുലില്ലാ.
ലാസ്റ്റ് കുറച്ച് ഇത് പറയാനുള്ള വേർഡ്സേ ഉള്ളൂ. അസ്മാഉൽ ഇഷാറ ലിൽ ഖരീബ് هذا طالب هذا طالب هؤلاء طلاب هذه طالبة هؤلاء طالبات നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇതിനകത്ത് വന്ന പുതിയ വേർഡ്സിൽ സൗജ് നിങ്ങൾക്കറിയാം, അസ്വാജാണ് ജമ്മ്. അൽ മർഅതു അതിന്റെ ജമ്മ് ആണ് നിസാഉൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അലിഫ് ലാം ഇട്ട് എഴുതുന്ന സമയത്ത് അൽ മർഅതു ആണ്. ഇനി നമുക്ക് നക്കിറയായിട്ട് എ വുമൻ, ഒരു സ്ത്രീ എന്നുള്ള രീതിക്ക് പറയണമെങ്കിൽ അവിടെ അൽ മാറി വരുന്ന സമയത്ത് ഇംറഅത്തുൻ, നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണ്, ഇംറഅത്തുൻ ആകും. ഓക്കെ, ഇംറഅത്തുൻ ആൻഡ് അൽ വരുമ്പോ അത് അൽ മർഅതു ആണ്. അതങ്ങനെയാണ് അത് എഴുതുന്നത്. അൽ മർഅതു എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ഈ ലെസണിൽ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു ഇല്ലേ, ദ വുമൺ എന്നുള്ളത്. അൽ മർഅതു നക്കിറയായിട്ട് എഴുതുന്ന സമയത്ത് ആക്ച്വലി അത് ഇംറഅത്തുൻ ആണ്, ഇംറഅത്തുൻ. ആ ഇംറഅത്തുൻ എന്ന വാക്ക് അല്ലെടുക്കുന്ന സമയത്ത് അവിടെ ഇത് മാറിയിട്ട് ആ ഹംസത്തിൽ വസ്ല് മാറിയിട്ട് അൽ വരും. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, പരിചയമുള്ളതല്ലേ നിങ്ങൾക്ക് ഇമ്രഅത്തുൻ. അത് അൽ മർഅത്തുൻ വരില്ല, പിന്നെ തൻവീൻ വരില്ല. അൽ വരുമ്പോഴത്തേക്ക് ആ തുടക്കത്തിലുള്ളത് മാറിയിട്ട് അത് മീമിന് സുക്കൂൻ മാറിയിട്ട് ഫതഹയും കൂടെ വരും കേട്ടോ. മർഅതു എന്നാണ്, ആ ഒരു സ്വിച്ച് വരും ഹറക്ക തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇമ്രഅത്തുൻ എന്നുള്ളത് അൽ മർഅതു ആണ് ആവുന്നത് അലിഫ്ലാം എടുക്കുമ്പോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? റിപ്പീറ്റ് ചെയ്യണോ ഇനി? മീനിങ് എന്താണ്? ഇമ്രഅത്തു നമ്മൾ അൽ മർഅത്തുടെ മീനിങ് എന്താണ് പറഞ്ഞത്? ലേഡിയാണ്. യെസ്, വുമൺ ആണ്, വുമൺ. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? വുമൺ ആണ്, അത് ദ വുമൺ ആണ് അല്ല് വരുമ്പോ, പ്രസ്തുത സ്ത്രീ എന്നുള്ള രീതിക്ക് പറയും. ഓക്കെ, അത് ഇമ്രഅത്തുൻ വരുമ്പോ എ വുമൺ ആകും, ഒരു സ്ത്രീ. ക്ലിയർ അല്ലേ? അൽ മർഅത്തു, ഞാൻ പറഞ്ഞത് മാറിപ്പോയോ? അൽ മർഅത്തുൻ എന്ന് വരത്തില്ല, മർഅത്തുൻ എന്ന് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അൽ മർഅത്തുടെ നക്കിറ എന്ന് പറയുന്നത് ഇമ്രഅത്തുൻ ആണ്. ഓക്കെ അല്ലേ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നിസ ആൻഡ് അൻ നിസ? നിസ ഉൻ നക്കിറ, അൻ നിസ വരുമ്പോഴത്തേക്ക് മാരിഫ. ക്ലിയർ ആണോ? ഓക്കെ, വേറെന്തായിരുന്നു ചോദിച്ചത്? മീനിങ് വൈസ് എങ്ങനെയാണ് ഡിഫറൻസ് വരിക? എനിക്ക് ആ ചോദ്യം ക്ലിയർ അല്ല. നമ്മൾ അല്ല് കൊടുക്കുമ്പോഴത്തേക്ക് ദ വിമൺ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അത് ദ ആണ്, ആ പ്രസ്തുത ഡെഫിനിറ്റ്നെസിന്റെ മീനിങ് ഡിഫറൻസ് ആണ് വരുന്നത്. അതെപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? അല്ലും നക്കിറയും വരുമ്പോൾ എന്താണ് മീനിങ് ഡിഫറൻസ് വരിക? വാക്കിന്റെ അർത്ഥം മാറുന്നില്ല. ആ പ്രസ്തുതയും പ്രസ്തുത അല്ല, അല്ലെങ്കിൽ ഡെഫിനിറ്റ്നെസ്സോടെ നമ്മൾ പെർട്ടിക്കുലർ വുമണിനെ പറയുമ്പോൾ അവിടെ അന്നിസ എന്ന് പറയും. അല്ല, ജനറൽ ആയിട്ട് നമ്മളൊരു വിമൺ എന്നുള്ള രീതിക്ക് പറയുകയാണെങ്കിൽ
അത് നിസാ എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ. വേറെ എന്തായിരുന്നു ചോദ്യം വന്നത്? ഇമ്രാഅത്തുൻ ഹംസത്തുൽ വസ്ലാണ്. ഓക്കെ. ഓക്കെ, അൽഹംദുലില്ലാ. പാർട്ട് ബി കഴിഞ്ഞ് ഇൻഷാല്ലാ നെക്സ്റ്റ് വീക്ക് പാർട്ട് സി നമ്മൾ എടുക്കും. അത് ആം, ബാക്കി ജമ്മും കൂടെ ആയിട്ടായിരിക്കും. ബഈദിന്റെ നമ്മുടെ ഉലൈക്ക വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഉലൈക്ക വരും ഇൻഷാല്ലാ. ഓക്കെ, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും. അപ്പം മുദക്കർ മുഅന്നസ് ഉലൈക്ക ആയിരിക്കും കൂടുതൽ ഫോക്കസ്. ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ട് ഇൻഷാല്ലാ നമുക്ക് ഇത് കവർ ചെയ്യും. നെക്സ്റ്റ് വീക്ക് ഇൻഷാല്ലാ ലെസൺ 13 കവർ ചെയ്യും. ലെസൺ 14ന്റെ വൊക്കാബ്സ് നിങ്ങൾക്ക് ഇട്ടുതരാം, പഠിച്ചു തുടങ്ങിക്കോളൂ ഇൻഷാല്ലാ. പുതിയതായിട്ടൊന്നും ഇല്ല, ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് തറവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലെസൺസ് തന്നിട്ടുണ്ട് പഠിക്കാനായിട്ട് ഇൻഷാല്ലാ. ഓക്കെ, ഇൻഷാല്ലാ തറവായിട്ട് പഠിച്ചോളൂ. ഈ ആഴ്ചത്തെ ക്വിസിന് റെഡി ആയിക്കോളൂ. കോൺസെപ്റ്റ്സ് തറോ ആക്കി പോണേ. പഴയ കോൺസെപ്റ്റ്സ് പിന്നെയും പിന്നെയും റിവൈസ് ചെയ്യാം ഇൻഷാല്ലാ. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.